നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച പോലീസുകാരനെ ചോദ്യം ചെയ്ത സാധാരണ പൗരനോട് ഏമാന്മാർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടു നോക്കൂ. അല്ല സാർ, സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അല്ല, നമ്മൾ സാധാരണക്കാർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചിപ്പോ കേസാക്കിയല്ലായിരുന്നു. അല്ല, ഞാനൊരു പൗരനാണ്. നമ്മള് ഒരു പൗരനാണ്, ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ. സാറേ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അല്ല സാർ, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ? അല്ല, നിങ്ങൾക്ക് സാറേ വേളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. സാറേ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. സാറേ വേളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ഹെൽമെറ്റ് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ നാട്ടുകാരെ കണ്ടു കാണും. നാട്ടുകാർക്ക് പ്രശ്നമാണ് സാർ. അതെന്താ ഏമാനെ, അങ്ങക്ക് ഈ രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ലേ? ഞങ്ങളുടെ ടാക്സ് മേടിച്ച് ഞങ്ങളുടെ കോർണറിന് പിടിക്കാൻ ഒരു കാവൽ പട്ടിയെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ അടിമുട്ടി നാടകീയത. ആരോപണം പ്രത്യാരോപണവുമായി പരാതിക്കാർ രംഗത്ത്. ഹോട്ടലിലെ കയ്യാങ്കളിയുടെ പുതിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. SI PV രതീഷ് പ്രതിക്കൂട്ടിലാകുന്നതാണ് നാടകീയ സംഭവങ്ങളുടെ ആകെത്തുക. സ്ത്രീകൾ പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന പോലീസുകാരും ഇവിടുണ്ട്. വേണമെങ്കിൽ കള്ളക്കേസ് ഉണ്ടാക്കിയും ഒരാളുടെ ജീവിതം നശിപ്പിക്കും. വനിതാ പോലീസുകാരി മർദ്ദിച്ചതിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യം തീർക്കാൻ കള്ളക്കേസിൽ കുടുക്കിയതായി റിസോർട്ട് ജീവനക്കാരന്റെ പരാതി. വ്യാജ പരാതിയാണ് നൽകിയതെന്ന് പരാതിക്കാരി എഴുതി നൽകി 7 മാസം കഴിഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ നടപടിയില്ല. ഇടുക്കി പെരുന്തൊട്ടി സ്വദേശി ജോസി ജോസഫിനെതിരെയാണ് തങ്കമണി പോലീസ് കേസെടുത്തത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു എന്ന പേരിൽ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നതും നിലത്തോടെ വലിച്ചിഴിക്കുന്നതും നമ്മുടെ പോലീസ് ഏമാന്റെ ഉത്തരവാദിത്തമാണ്. അല്ല പോലീസുകാരാ, കേരള പോലീസിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരാളെ ഇതുപോലെ ഉപദ്രവിക്കുന്നത്? കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ അറസ്റ്റിൽ. പെരുമണ്ണ സ്വദേശി ഷൈജിത്ത്, കുന്നമംഗലം സ്വദേശി സനിത് എന്നിവരാണ് പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതെങ്ങനെ? നിങ്ങൾക്ക് പിന്നെ എന്തുമാവുമല്ലോ. വയോധികനായ ഒരാളെ വണ്ടി ഇടിപ്പിച്ചിട്ട് നിർത്താതെ പോയ ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. കിളിമാനൂരിലെ വയോധികന്റെ അപകട മരണത്തിൽ പാറശാല SHO അനിൽകുമാറിന് സസ്പെൻഷൻ. അനിൽകുമാർ ഓടിച്ച വാഹനം ഇടിച്ചാണ് വയോധികൻ മരിച്ചത്. അനിൽകുമാർ ഒളിവിലാണ് എന്ന് പറയുന്നത് പോലീസ് അങ്ങോട്ട് പോയി കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോലീസിനും അല്ലെങ്കിൽ പോലീസിലുള്ളവർക്കും അറിയാം അനിൽകുമാർ എവിടെയാണ് എന്നുള്ളത്. അയാളെ നിങ്ങൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു. ചോദ്യം ചെയ്താൽ കണ്ണിൽ മുളകുപൊടിയിടും.